ഹലോ, നമുക്ക് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഇഗ്നോയുവിലെ MA സൈക്കോളജി പഠനത്തിന്റെ ഭാഗമായിട്ട് ബ്ലോക്ക് 4 യൂണിറ്റ് 4 നോക്കുകയാണല്ലോ. അതെ. അതിലെ സെക്ഷൻ 4.7, അതായത് ടീമുകളിലും ചെറിയ ഗ്രൂപ്പുകളിലും പ്രശ്നപരിഹാരം നടത്തുമ്പോൾ എന്തൊക്കെ തടസ്സങ്ങൾ വരാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത്. ശരിയാണ്. ഒരു സൈക്കോളജി വിദ്യാർത്ഥിയെന്ന നിലയിൽ ഗ്രൂപ്പുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, എവിടെയൊക്കെയാണ് സാധാരണ പ്രശ്നങ്ങൾ വരുന്നത് എന്നൊക്കെ അറിയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണല്ലോ, അല്ലേ? തീർച്ചയായും. ഗ്രൂപ്പിലൊരു പ്രശ്നം പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ഒരുപാട് ഘടകങ്ങൾ അതിനെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ഈ യൂണിറ്റിൽ പറയുന്നത് പോലെ തന്നെ ചില സാധാരണയായി കാണുന്ന തടസ്സങ്ങളുണ്ട്, പിന്നെ ചില ന്യായവാദത്തിലെ പിഴവുകൾ, അതായത് ഫാലസീസ്. അതെ. ഇവയെക്കുറിച്ചൊക്കെ ഒരു ധാരണയുണ്ടെങ്കിൽ ഒരു ഗ്രൂപ്പ് സാഹചര്യം കാണുമ്പോൾ അതിനെ ഒന്ന് വിശകലനം ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ശരിയാണ്. അപ്പോ ആദ്യത്തെ ഒരു തടസ്സമായിട്ട് ഈ മെറ്റീരിയൽ എടുത്ത് പറയുന്നത് ഘടനയുടെ അഭാവമാണ്. ലാക്ക് ഓഫ് സ്ട്രക്ചർ. ഒരു വ്യക്തമായ പ്ലാനോ ഒരു ഘടനയോ ഇല്ലെങ്കിൽ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ശരിക്കും എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊരു പിടിയും കിട്ടില്ല. അതെ, ചർച്ചകൾ പല വഴിക്കും പോകാം. കാട് കയറാൻ നല്ല സാധ്യതയുണ്ട്. വളരെ ശരിയാണ്. ഈ ഘടനയില്ലായ്മ പലപ്പോഴും മോശം ആശയവിനിമയത്തിലേക്കും നയിക്കും. പുവർ കമ്മ്യൂണിക്കേഷൻ. അതും ഒരു പോയിന്റാണ്. കാരണം ആര് എപ്പോൾ സംസാരിക്കണം അല്ലെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നതിലൊന്നും ഒരു വ്യക്തത കാണില്ല. ചിലപ്പോ ഒന്നോ രണ്ടോ പേര് മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവർക്ക് അവസരം കിട്ടില്ല. അതെ, മറ്റുള്ളവർക്ക് അവസരം കിട്ടാതെ പോകും. അപ്പോൾ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും അറിവോ അഭിപ്രായമോ നമുക്ക് കിട്ടാതെ വരും. ഈ ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ചിലപ്പോ തീരെ ആശയവിനിമയം ഇല്ലാത്തൊരവസ്ഥയിലേക്കും എത്താം. നോ കമ്മ്യൂണിക്കേഷൻ. അത് പിന്നെ പൂർണ്ണമായിട്ടും ബ്ലോക്ക് ചെയ്യും. അതെ, അത് പിന്നെ പ്രശ്നപരിഹാരം എന്ന ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കും. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് നെഗറ്റീവ് മനോഭാവം, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതെ. പുതിയ ആശയങ്ങൾ വരുമ്പോൾ അതിനെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെ പുച്ഛത്തോടെ കാണുക. ഇതൊക്കെ ഗ്രൂപ്പിന്റെ ലക്ഷ്യത്തിലെത്തുന്നതിന് വലിയൊരു തടസ്സമാണ്. ശരിയാണ്. ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒന്നാണ് വ്യക്തമായ ലക്ഷ്യമോ അജണ്ടയോ ഇല്ലാത്ത അവസ്ഥ. നോ ഗോൾ ഓർ അജണ്ട. അതും പ്രശ്നം തന്നെ. നമ്മൾ എന്തിനാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നതെന്ന് ഒരു വ്യക്തതയില്ലെങ്കിൽ പിന്നെ ഓരോരുത്തരും അവരവരുടെ താൽപ്പര്യങ്ങൾ അനുസരിച്ചാവും സംസാരിക്കുക. ഒരു പൊതുവായ ദിശയുണ്ടാവില്ല. ശരിയാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒന്നാണ് പങ്കാളിത്തത്തിന്റെ കുറവ്, ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ. അത് മിക്ക ഗ്രൂപ്പുകളിലും കാണുന്നൊരു പ്രശ്നമാണ്. കുറച്ചുപേർ മാത്രം വളരെ സജീവമായിരിക്കും, മറ്റുള്ളവർ മിണ്ടാതിരിക്കും. അതെ, മറ്റുള്ളവർ നിശബ്ദരായിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഗ്രൂപ്പിന്റെ മൊത്തത്തിലുള്ള കഴിവിനെ അത് ബാധിക്കും. ഒരുപക്ഷെ മിണ്ടാതിരിക്കുന്ന ആളുടെ കയ്യിലായിരിക്കും ഏറ്റവും നല്ല ആശയമുണ്ടാവുക. അത് പറയാൻ അവസരം കിട്ടാതെ പോകും. അല്ലെങ്കിൽ പറയാനൊരു മടി കാണിക്കും. അപ്പോൾ എല്ലാ കാഴ്ചപ്പാടുകളും പരിഗണിക്കപ്പെടാതെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഒരു ഗ്രൂപ്പിൽ പ്രശ്നപരിഹാരം നന്നായി നടക്കണമെങ്കിൽ വ്യക്തമായ ഒരു ഘടന വേണം, നല്ല രീതിയിലുള്ള തുറന്ന ആശയവിനിമയം വേണം, എല്ലാവർക്കും പോസിറ്റീവ് മനോഭാവം വേണം, പിന്നെ എല്ലാവരും പങ്കെടുക്കുകയും വേണം. അതെ, അതെല്ലാം അത്യാവശ്യമാണ്. ഇനി ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ആളുകൾ ചിലപ്പോൾ ശരിയായ രീതിയിൽ വാദിക്കുന്നതിന് പകരം ചില തെറ്റായ ന്യായവാദങ്ങളിലേക്ക്, ഫാലസീസിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ചും ഈ ഭാഗത്ത് പറയുന്നുണ്ടല്ലോ. ഉദാഹരണത്തിന്, വ്യക്തിയെ ആക്രമിക്കുക, അറ്റാക്കിംഗ് ദ പേഴ്സൺ. അത് സ്ഥിരം കാണുന്ന ഒന്നാണ്. ഒരാളൊരു ആശയം പറയുമ്പോൾ ആ ആശയത്തെ ഖണ്ഡിക്കുന്നതിനു പകരം ആ വ്യക്തിയുടെ സ്വഭാവത്തെയോ അല്ലെങ്കിൽ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളെയോ വിമർശിക്കുക, വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുക. അതെ. അതുപോലെ മറ്റൊന്നാണ് അപ്പീൽ ടു അതോറിറ്റി, അതായത് അധികാരികളെ കൂട്ടുപിടിക്കുക. ഇന്നാള് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ശരിയാണ് എന്നുള്ള രീതി. അതെ, വലിയൊരാൾ അല്ലെങ്കിൽ ഒരു അധികാരി ഇത് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടിത് ശരിയായിരിക്കണമെന്ന് വാദിക്കുന്നത്. ആ അധികാരസ്ഥാനത്തിന് ഈ വിഷയവുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും. ശരിയാണ്. അതുപോലെ ജനപ്രീതി നോക്കി തീരുമാനിക്കുന്നത്, അപ്പീൽ ടു പോപ്പുലാരിറ്റി. എല്ലാവരും ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, അതുകൊണ്ട് ഇതാണ് ശരി എന്ന വാദം. അതും തെറ്റാണ്. ഭൂരിപക്ഷം പറയുന്നത് കൊണ്ട് മാത്രം ഒരു കാര്യം ശരിയാവണമെന്നില്ല. പിന്നെ പാരമ്പര്യം ഉയർത്തിക്കാട്ടുന്നത്, അപ്പീൽ ടു ട്രഡിഷൻ. നമ്മൾ പണ്ടുമുതലേ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് മാറ്റേണ്ട കാര്യമില്ല. അതെ, പുതിയ ചിന്തകൾക്കും മാറ്റങ്ങൾക്കും അതൊരു വലിയ തടസ്സമാവാം പലപ്പോഴും. ശരിയാണ്. മറ്റു രണ്ടെണ്ണം കൂടി ഇതിൽ പറയുന്നുണ്ട്.
ഒന്ന്, അപ്പീൽ ടു ഇഗ്നോറൻസ്, അറിവില്ലായ്മയെ മുതലെടുക്കുക. അതെങ്ങനെയാണ്? അതായത്, ഇത് തെറ്റാണെന്ന് ഇതുവരെ ആരും തെളിയിച്ചിട്ടില്ല, അതുകൊണ്ട് ഇത് ശരിയാണ് എന്ന് വാദിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ശരിയാണെന്ന് തെളിയിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് ഇത് തെറ്റാണ് എന്നും പറയാം. തെളിവിന്റെ അഭാവത്തെ ഒരു തെളിവായിട്ട് ഉപയോഗിക്കുക. ഓക്കെ. മറ്റൊന്ന്, വികാരങ്ങളെ കൂട്ടുപിടിക്കുക. അപ്പീൽ ടു ഇമോഷൻ. യുക്തിപരമായ കാരണങ്ങൾ പറയുന്നതിന് പകരം ആളുകളുടെ ഭയം, സഹതാപം, സ്നേഹം തുടങ്ങിയ വികാരങ്ങളെ മുതലെടുത്ത് ഒരു കാര്യത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. ഇമോഷണൽ ബ്ലാക്ക്മെയിലിംഗ് പോലെ. ഒരു തരത്തിലതെ. ഈ തെറ്റായ ന്യായവാദങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുന്നത് ഗ്രൂപ്പ് ചർച്ചകൾ കൂടുതൽ ആരോഗ്യകരമാക്കാൻ സഹായിക്കും. അപ്പോൾ ഒരു സൈക്കോളജി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന പ്രശ്ന പരിഹാരത്തിലെ തടസ്സങ്ങളെക്കുറിച്ചും സാധാരണയായി ഗ്രൂപ്പുകളിൽ കണ്ടുവരുന്ന ഈ ഫാലസീസ് അഥവാ തെറ്റായ ന്യായവാദങ്ങളെക്കുറിച്ചും ഒരു ധാരണയുണ്ടാവുന്നത് വളരെ പ്രധാനമാണ്. വളരെ പ്രധാനമാണ്. ഇത് ഗ്രൂപ്പ് ഡൈനാമിക്സിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളൊരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ നിരീക്ഷിക്കുമ്പോഴോ ഇതൊക്കെ തിരിച്ചറിയാൻ പറ്റും. ശരിയാണ്. നിങ്ങളൊരു ഗ്രൂപ്പിൽ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ചർച്ചയെ വിശകലനം ചെയ്യുമ്പോൾ ഈ തടസ്സങ്ങളെയും ഫാലസീസിനെയും കുറിച്ചൊക്കെ ബോധവാന്മാനായിരിക്കുന്നത് ആ പ്രക്രിയയെ കൂടുതൽ ഫലപ്രദമാക്കാൻ സഹായിക്കും. തീർച്ചയായും. അപ്പോൾ ഈ വിഷയം പഠിക്കുമ്പോൾ നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യം ഇതാണ്: ഒരു ഗ്രൂപ്പിലെ പ്രശ്നപരിഹാരത്തിൽ നമ്മൾ ഈ കാണുന്ന തടസ്സങ്ങളും വെല്ലുവിളികളും ഒക്കെ അത് വെറും ആ ഗ്രൂപ്പിൻ്റെ ഒരു സ്വാഭാവികമായൊരു ഡൈനാമിക്സിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണോ, അതോ ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയുടെയും വ്യക്തിപരമായ സ്വഭാവങ്ങളും അവരുടെ മുൻധാരണകളും അവരുടെ ലക്ഷ്യങ്ങളുമൊക്കെ ഈ തടസ്സങ്ങളെ കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ടോ? ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്നത് നിങ്ങളുടെ പഠനത്തിന് കൂടുതൽ ഗുണം ചെയ്യും.